ആണ്. പലപ്പോഴും മഴക്കാലമൊക്കെ ആവുമ്പോൾ പ്രഭാത ദൃശ്യങ്ങൾ, അതായത് സൂര്യോദയം കാണാൻ ഇവിടെ വരെ കഴിയാതെ പോകുന്ന നിരാശരായ നിരവധി വിനോദസഞ്ചാരികൾ. പക്ഷേ ഇന്ന് വളരെ സുന്ദരമായ ഒരു പ്രഭാതമായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായ പ്രഭാതം. അത് കണ്ട ശേഷം സഞ്ചാരികൾ ഇവിടെ നിൽക്കുകയാണ്. ഈ കന്യാകുമാരി ത്രിവേണി സംഗമത്തിന് തൊട്ടടുത്ത് അവിടെ വിവേകാനന്ദ പാറയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ട് 6:30 മുതൽ ധ്യാനം ഇരിക്കുക. അതുതന്നെയാണ് ഇന്ന് കന്യാകുമാരിയുടെ പ്രഭാതത്തെ ഏറ്റവും പ്രധാനമാക്കുന്നത്, ഏറ്റവും പ്രത്യേകത ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ സൂര്യോദയം കാണാൻ നിരവധി ആളുകൾ എത്താറുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട്. അതിന്റേതായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. നമുക്ക് മുന്നിൽ കാണുന്ന ഈ പടികളിലൊക്കെ പോയി നിന്ന ആളുകൾ പലപ്പോഴും ഈ സൂര്യോദയം കാണാനും ത്രിവേണി സംഗമത്തിലേക്ക് ആ ഭാഗത്ത് ഇറങ്ങാനും ഒക്കെ എപ്പോഴും കഴിയുന്നു. പക്ഷെ ഇന്ന് അവിടേക്ക് കടക്കാൻ കഴിയില്ല. അവിടെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ഇവിടെ തുടരുന്നതിന്റെ ഭാഗമായാണ് മലയാളികളും അതുപോലെ തമിഴ്നാട്ടുകാരും നോർത്ത് ഇന്ത്യൻസുമായിട്ട് നിരവധി പേർ ഇവിടെ ഇന്നും ഈ വിനോദസഞ്ചാരത്തിനായി കന്യാകുമാരിയിലെ പ്രഭാതം ഏറ്റവും പ്രശസ്തമായ, ലോകത്തിന് ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും മനോഹരമായ പ്രഭാത ദൃശ്യങ്ങളിലൊന്നാണ് കന്യാകുമാരിയിലെ സൂര്യോദയം. അതുപോലെ സൂര്യാസ്തമയം സമാനമായ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ മൌനപ്രചരണ ദിവസം അദ്ദേഹം ഇവിടെയാകും. ഈ വിവേകാനന്ദ പാറയിലാകും അദ്ദേഹം ധ്യാനമിരിക്കുക. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ധ്യാനം, ഇന്നലെ സന്ധ്യയോടുകൂടി ധ്യാനം തുടരുക. 45 മണിക്കൂറിലധികം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ധ്യാനമിരിക്കുമെന്നാണ് അദ്ദേഹവുമായി നേരത്തെ ലഭിച്ച റിപ്പോർട്ടുകൾ. ഏതായാലും നാളെ വൈകിട്ട് 3 മണി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ ഗസ്റ്റ് ഹൌസിൽ അല്പസമയം വിശ്രമിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. അവിടെ ആ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അവിടെ ആരതി ഒഴിയുകയും പൂജാരി ഷോൾ അണിയിച്ച് പ്രധാനമന്ത്രി സ്വീകരിക്കുകയും പ്രസാദം നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത്. വിവേകാനന്ദ പാറയിൽ വന്ന് അദ്ദേഹം ഈ ചുറ്റും കുറച്ചു സമയം ഈ പാറയ്ക്ക് ചുറ്റും നടന്നു. അതിനുശേഷം അദ്ദേഹം അസ്തമയം കണ്ടു. സൂര്യാസ്തമയം കണ്ട ശേഷമാണ് ധ്യാനത്തിനായി മണ്ഡപത്തിനുള്ളിലേക്ക്, വിവേകാനന്ദ മണ്ഡപത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. സ്വാമി വിവേകാനന്ദൻ ഒരു പതിറ്റാണ്ടിന് മുമ്പ്, 130 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും മുമ്പ് ധ്യാനമിരുന്ന മണ്ഡപമാണ് പിന്നീട്, പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറയായും ഇത്രയധികം പ്രശസ്തമായ, ലോകപ്രശസ്തമായ ടൂറിസം തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്താലും പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടരുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസമാണ്. നിശബ്ദ പ്രചരണ ദിവസം ഇത്തരത്തിലൊരു ധ്യാനത്തിലൂടെ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. എന്താണ് അദ്ദേഹം ലക്ഷ്യപ്പെടുന്നതെന്ന പ്രതിപക്ഷം പറയുന്നത്. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബംഗാളിൽ 9 മണ്ഡലങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും വിവേകാനന്ദ പാറയിലെ പ്രധാനമന്ത്രി ധ്യാനം ആ രീതിയിൽ കൂടി വളരെ പ്രസക്തമാണ്. സ്വാമി വിവേകാനന്ദനോട് ബംഗാളുകാർക്കുള്ള, പശ്ചിമ ബംഗാളുകാർക്കുള്ള സ്നേഹം, അവരുടെ ആരാധനയൊക്കെ വളരെ പ്രശസ്തമാണ്. ബംഗാളിലേക്ക് കൂടുതൽ ശക്തമായി കടന്നു കയറാനുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നിശബ്ദ പ്രചരണ ദിവസം പ്രധാനമന്ത്രി. അതും നാളെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ആ ദിവസം അദ്ദേഹം ഇവിടെ എത്തിയതിന് വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അവർ സംശയിക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് DMKയും അതുപോലെ കോൺഗ്രസും ഒക്കെ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം റദ്ദാക്കണം, ഈ ധ്യാനത്തിന് അനുമതി നൽകുന്ന ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുകയും ചെയ്തിരുന്നു DMKയും അതുപോലെ കോൺഗ്രസും ഒക്കെ. അതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ധ്യാനത്തിന് അത്തരത്തിൽ ഒരു തടസ്സവുമില്ല. അദ്ദേഹം ഏറ്റവും ദീർഘമായ, ഏറ്റവും വിശ്രമമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം, മാസങ്ങൾ നീണ്ട പ്രചരണത്തിന് ശേഷം അദ്ദേഹം ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഇവിടെ എത്തിയത് വിശ്രമിക്കാനാണ്, അദ്ദേഹത്തിന്റെ ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കാനാണ്. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരം ധ്യാനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വലിയ ആവേശത്തോടുകൂടി BJP പ്രവർത്തകരും അതുപോലെ തന്നെ മോദിയുടെ അനുയായികളും ആരാധകരുമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷം അന്നും അതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ധ്യാനമിരുന്നാണോ, എന്ത് സന്ദേശമാണ് നൽകുന്ന ചോദ്യം അന്നും പ്രതിപക്ഷവും മോദി വിമർശകരും ഉന്നയിച്ചത്. പക്ഷെ അതൊന്നുമല്ല. അദ്ദേഹം കുട്ടിക്കാലം മുതൽ ഇത്തരത്തിൽ ആത്മീയ പാത ഇഷ്ടപ്പെട്ടിരുന്നയാളാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകനായി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആത്മീയ രംഗത്തേക്ക് പോകാൻ താൻ ആഗ്രഹിച്ചു എന്ന് പലതവണ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ധ്യാനം അവിടെ തുടരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടുതലും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുകയാണ്. നിരവധി പ്രധാനമന്ത്രിമാർ ഇവിടെ വന്ന് സന്ദർശിച്ച് കന്യാകുമാരിയുടെ മനോഹാരിത, ഈ അത്ഭുതം, ഈ ത്രിവേണി സംഗമ കേന്ദ്രത്തിൽ, ത്രിവേണി സംഗമത്തിൽ
ഇവിടെ ഇത്തരത്തിലൊരു പാറയും അതുമായി ബന്ധപ്പെട്ട തീർത്ഥാടന കേന്ദ്രമൊക്കെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതമാണ്. വലിയ ശക്തമായ തിരമാലകൾ വന്നാൽ പോലും ഒന്നും സംഭവിക്കാതെ നമ്മൾ സുനാമി കാലത്ത് പോലും കണ്ടതാണ്. വലിയ രാക്ഷസ തിരമാലകൾ ഈ തിരുവള്ളൂർ പ്രതിമയുടെ അത്രയും ഉയരത്തിലേക്കൊക്കെ വന്നിട്ടും ഒന്നും സംഭവിക്കാത്ത ഒരു അത്ഭുതമായി ഇന്നും നിൽക്കുന്ന ഈ വിവേകാനന്ദ പാറ, അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നിശബ്ദ പ്രചരണ ദിവസം ധ്യാനമിരിക്കുന്നത്. എൽദോ, യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം, അതൊരു തീർത്ഥാടന കേന്ദ്രം എന്നതിനൊപ്പം രാജ്യത്തിന്റെ തെക്കേ അറ്റം. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്നു. എന്നാലും നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ അവിടെ ഏറ്റവും ചർച്ചയാകുന്നത്. അരുൺ, ഒരുപാട് പേരെ അരുണിന്റെ പിന്നിലൊക്കെയായി കാണാം. ഒരുപക്ഷെ അത് സഞ്ചാരികളായിരിക്കാം, അല്ലെങ്കിൽ അന്നാട്ടുകാരായിരിക്കാം. പൊതുവായിട്ടുള്ളൊരു പ്രതികരണങ്ങളൊക്കെ എന്താണ്? മോദി അവിടെ എത്തിയതിലുള്ള സന്തോഷമൊക്കെ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ടോ? പിന്നെ ഈ രാഷ്ട്രീയ തലത്തിൽ ഇത് വലിയ ചർച്ചയായിരുന്നല്ലോ. പ്രധാനമന്ത്രി ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാണ്, പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഒരു ധ്യാനം ഇരിക്കുന്ന സാഹചര്യം, അതും അവസാന ഘട്ടത്തിൽ എന്നുള്ളത്. അപ്പോൾ ഒരു പൊതു വികാരം എന്താണ് അരുൺ? കന്യാകുമാരിയിൽ അരുണിന് കേൾക്കാൻ കഴിഞ്ഞതും കാണാൻ കഴിഞ്ഞതും? ആളുകൾക്ക് പൊതുവിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി അവധിക്കാലം ചെലവഴിക്കാൻ വന്നവരാണ്. അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് പലർക്കും. ഇന്നലെയും ക്ഷേത്ര ദർശനമൊന്നും സാധ്യമായിരുന്നില്ല. നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് പോയ ശേഷവും ക്ഷേത്ര ദർശനത്തിന് അനുമതി നൽകിയില്ല എന്ന പരാതിയാണ്. പക്ഷെ അത്ര പോലും നിയന്ത്രണങ്ങൾ ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ. ഈ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ പോക്ക് മാത്രമാണ് തടസ്സപ്പെട്ടിട്ടുള്ളത്. അതിന് മാത്രമാണ് ഒരു വിലക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഇവിടേക്ക് വരാനൊക്കെ ഉള്ള അനുമതിയുണ്ട്. വാഹനങ്ങൾ കടന്നു വരാനും ചെറിയ നിയന്ത്രണം. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഇവിടെ വരാനും ഈ വിനോദസഞ്ചാരത്തിലെത്തുന്ന ആളുകൾക്ക് ഇവിടെ കാര്യങ്ങൾ കടകളിലും മറ്റും പോകാനുമൊന്നും കാര്യമായ തടസ്സങ്ങളില്ല. പ്രധാനമന്ത്രി ഉള്ള ഒരു പട്ടണത്തിൽ, ഒരു സ്ഥലത്ത് ഉള്ള നിയന്ത്രണങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ കന്യാകുമാരിയുള്ളൂ. കാര്യമായി ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത നിയന്ത്രണങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വേണം പറയാൻ. ഓക്കെ, എന്താണ് ഒരുപാട് പേർ അവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ കന്യാകുമാരിയിലേക്ക് പതിവ് പോലെ എത്തുന്നു. കന്യാകുമാരിയിലെ സൂര്യോദയം അത് ഷിജു ചവറ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്തു, നമ്മുടെ ക്യാമറാമാൻ. എന്താണെങ്കിലും വി അരുൺ കന്യാകുമാരിയിൽ തുടരുകയാണ്. അരുൺ, ഈ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് ഈ കൊൽക്കത്ത ലക്ഷ്യമിട്ടുള്ള വരവാണ് വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രിയുടേത് എന്നുള്ള തരത്തിലും ഉണ്ടായിരുന്നല്ലോ. ഈ വിമർശനങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ തൽക്കാലത്തേക്ക് പ്രതികരണം അർഹിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെ തുടരുകയാണോ അദ്ദേഹം? ഇനി ധ്യാനം അത് നാളെ എത്ര മണിവരെ എന്നുള്ളതാണ് മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത്? കൊൽക്കത്ത അതുപോലെ തന്നെ ദക്ഷിണേന്ത്യ രണ്ടും ബിജെപിയുടെ വലിയ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. കൊൽക്കത്തയിൽ ബിജെപി ഒരു സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഇടതു പാർട്ടികളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന കൊൽക്കത്തയും പശ്ചിമബംഗാളും ഒക്കെ വലിയ എവിടെ നിന്ന് ചേട്ടാ? ആലത്തൂർന്നാ? ആലത്തൂര് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു. ആര് ജയിക്കും അവിടെ? ഇപ്പൊ ആര് ജയിച്ചാലും ഭൂരിപക്ഷം കമ്മിയായിരിക്കും. രമ്യ ജയിച്ചാലും ശരി, രാധാകൃഷ്ണൻ ജയിച്ചാലും ഭൂരിപക്ഷം കുറവായിരിക്കും. ഭയങ്കര ശക്തമായ മത്സരമാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, മത്സരം. പ്രധാനമന്ത്രി ഉണ്ടെന്ന് അറിയാം. അത് കാരണം തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടതായിരുന്നു, വിവേകാനന്ദ പാറയിലേക്ക്. പക്ഷെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ. എത്ര ദിവസത്തെ ടൂറാണ് നിങ്ങൾ വന്നേ? ഞങ്ങൾ 4 ദിവസത്തെ. നേരത്തെ പോയിട്ടുണ്ട്? വേണ്ട പറയാൻ പോയിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടുണ്ട്. പ്രധാനമന്ത്രി അങ്ങോട്ട് ബാക്കിയോ തടസ്സമൊന്നും ഇല്ല, ബാക്കി തടസ്സങ്ങളില്ല. വണ്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അത് കുറച്ച് പ്രയാസപ്പെട്ടു. പ്രധാനമന്ത്രി ഉള്ളതിന്റെ ഒരു നിയന്ത്രണമാണ്. നേരത്തെ പോയിട്ടുണ്ടോ? പാറയിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇപ്രാവശ്യം പോകാൻ പറഞ്ഞിരുന്നാണ്. അവളേക്ക് പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം തന്നെ. പ്രധാനമന്ത്രിയെ കാണണമെന്നുണ്ടായിരുന്നോ? കാണുന്നുണ്ടെന്ന് കാണില്ല പറഞ്ഞല്ലോ. കാണുന്നുണ്ടായിരുന്നു. ധ്യാനത്തിലാണ്. പറഞ്ഞു, ചോദിച്ചു. ശരി എന്നാ. ഏതായാലും ആലത്തൂരിൽ നിന്ന് വന്ന ആളാണ്. പേരെന്താ? എന്റെ ഒരു കുമാരൻ, ആലത്തൂർ തൃപ്പാളൂരാണ്. ശക്തമായ മത്സരം ഉണ്ടായിരുന്നില്ലേ ആലത്തൂർ? ശക്തി ഉണ്ടായിരുന്നു. 4-ാം തീയതി അറിയാം. മുതൽ 4-ാം തീയതി അറിയാം. ശരി. അതാണ് ആലത്തൂരിൽ നിന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. Where are you from? I'm from Maharashtra, Nagpur. Yes. PMEC here. Yes, it's very nice to see him here, and we are also enjoying the beach. And there is a slight inconvenience for the people, but it is okay. We are happy with it. You watched sunrise? Yes. There was no problem in watching the sunrise,
2 points were not 2-3 points of sunrise were not allowed, but this point was allowed. So we enjoyed here, everybody. It's a nice time in this place. It's good. How was the sunrise? It was very mesmerizing to see the sunrise. It was too good, awesome. But it was a bit crowdy here, but then also we enjoyed. It's crowdy here. Yes, we came first time, so it was a bit too crowded, but then also we enjoyed here. PM is here. He is on meditation on the Vivekananda Road. Yes, we are actually proud of him that he is coming here and doing the meditation. Thank you. For the betterment of our people, it is he is looking forward and taking our country forward. It's a good thing. Maharashtra, how is Maharashtra's elections? Oh, elections in Maharashtra is bit tricky actually, because there were so many parties. So let us hope what the scenario is on 4th. Thank you. There may be tricks and turns. हो सकते हैं, I don't know, but the people's they will vote for the best. Not easy for India there. I think. Not easy for India. Do you think? And not it will be a equal show. I think it will be a balanced show, because both they have equal strength actually. Maharashtra is always a different state, and it's not a sweeping kind of state. It gives its mandate on the basis of local issues also. So they have their own things. Your good name? Dr. Deepak Ghadge. I am practicing Nagpur. Yes. ഡോക്ടർ ദീപക് ഘാഡ്ഗെ നാഗ്പൂരിൽ നിന്ന്, മഹാരാഷ്ട്ര നാഗ്പൂരിൽ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ഇവിടെ എത്തിയ ഒരു സന്തോഷം, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി ഇവിടെ എത്തിയതിന്റെ സന്തോഷമാണ് അദ്ദേഹവും കുടുംബവും പങ്കുവച്ചത്. അവർക്ക് സൂര്യോദയം ഒക്കെ ഭംഗിയായി തന്നെ കാണാൻ കഴിഞ്ഞു. മനോഹരമായ സൂര്യോദയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കുടുംബം ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഏതായാലും നാഗ്പൂരിലെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെ കുറിച്ച് നമ്മളൊക്കെ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ടി വി റിപ്പോർട്ടുകളിലെ കാണുമ്പോൾ തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ആർക്കും അത്ര വലിയൊരു മെജോറിറ്റി കിട്ടുകയോ അല്ലെങ്കിൽ വളരെ ഒരു അനായാസം ഈസി ആയിട്ട് ആർക്കും ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷമല്ല മഹാരാഷ്ട്ര ഉള്ളതെന്നും പറയുന്നു. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ, മഹാരാഷ്ട്രയൊക്കെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് BJP പോകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്നതാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ മോദിയുടെ ആരാധകൻ കൂടിയുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ പറയുകയാണ് അവിടെ അദ്ദേഹം കണ്ടത്. അങ്ങനെ നമുക്കറിയാം ഈ കന്യാകുമാരി എന്ന് പറയുന്നത് കേരളത്തോട് ഏറ്റവും ചേർന്ന സ്ഥലം, ഒരുപക്ഷെ കേരളത്തിന്റെ സ്വന്തമാകേണ്ടിയിരുന്ന സ്ഥലം, എന്നാൽ ഇന്ത്യക്കാർ മുഴുവൻ അഭിമാനത്തോടെ കാണുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇന്ത്യക്കാർ മുഴുവൻ വളരെ പ്രതീക്ഷയോടെ കാണാൻ വരുന്ന പ്രദേശമാണ് ഇവിടെ. നരേന്ദ്രമോദിയുടെ വന്നതിന്റെ ആളുകളുടെ സന്തോഷവും നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടരുന്നു. കന്യാകുമാരിയിൽ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തിരക്ക് എപ്പോഴും ഉള്ളത്. പ്രധാനമായും 2 സമയങ്ങളിലാണ് ഈ സൂര്യോദയം കാണാനും അസ്തമയം കാണാനുമാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോഴും ഏകദേശം ഈ ആളുകളൊക്കെ സൂര്യോദയം കണ്ട ശേഷം റൂമുകളിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയാണ് ഇവിടെ വരുന്ന ആളുകളുടെ ഒരു രീതി. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോയ ആളുകളുമൊക്കെ ഇവിടെയുണ്ട്. ശരി, വി അരുണാണ് കന്യാകുമാരിയിലെ കാഴ്ചകൾ, കന്യാകുമാരിയിലെത്തിയ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നമുക്കായി നൽകിയത്. ന്യൂസ് 18 സംഘം കന്യാകുമാരിയിൽ തുടരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നു എന്നാൽ നാളെ ഉച്ചയ്ക്ക് ശേഷം വരെ അദ്ദേഹം കന്യാകുമാരിയിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ ചെറിയ നിയന്ത്രണങ്ങളുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളെങ്കിൽ പോലും നമുക്ക് അപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തുടരുകയാണ് വി അരുണും ഒപ്പം ക്യാമറമാൻ ഷിജു ചവറയും കന്യാകുമാരിയിൽ നിന്ന്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അത് സൂചിപ്പിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെ 13 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. നടി കങ്കണ റണാവത്ത്, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അഭിഷേക് ബാനർജി, ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസ ഭാരതി തുടങ്ങിയവരും ജനവിധി തേടുന്നുണ്ട്. ജൂൺ 4-ന് വോട്ടെണ്ണൽ ദിനമാണ്. ഈ അവസാന ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നത്. ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. അങ്ങനെ ഓട്ടം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ഏതാണ്ട്
നമ്മൾ 7ാം ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇനി ആ വലിയ ക്ലൈമാക്സിലേക്ക് വോട്ടെണ്ണൽ എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നു ഈ നാളത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ കൗതുകത്തോട് ഉറ്റുനോക്കുന്നുണ്ട് 7ാം ഘട്ടത്തിലേക്ക്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരിയിലെത്തി ധ്യാനമിരിക്കുന്നു. അങ്ങനെ അതിൽ ആരോപണമൊക്കെ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കണം രാകേഷ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉറ്റുനോക്കുന്നത്? 7ാം ഘട്ടത്തിൽ സാധ്യത അല്ലെങ്കിൽ മുൻതൂക്കം ഏതെങ്കിലും മുന്നണിക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ടോ? എൽദോ 2.5 മാസം നീണ്ടുനിന്ന ഹൈ വോൾട്ടേജ് പ്രചാരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് പരസ്യ പ്രചാരണമല്ല, ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു. 486 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 57 മണ്ഡലങ്ങളാണ്. ഏതായാലും 57 മണ്ഡലങ്ങൾ 13 വീതം പഞ്ചാബിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലുമാണ്. പശ്ചിമ ബംഗാളിൽ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8, ജാർഖണ്ഡിൽ 3, ഒഡീഷയിൽ 6, ഒപ്പം തന്നെ ചണ്ഡീഗഡ് എന്നിങ്ങനെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും പോലെ തന്നെ വാശിയേറിയ പ്രചാരണത്തിന് സാക്ഷിയായിരുന്നു ഏതായാലും അവസാന ഘട്ടവും. പ്രത്യേകിച്ച് നേതാക്കളൊക്കെ തന്നെ ഈ 57 മണ്ഡലങ്ങൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നേതാക്കളുടെയൊക്കെ തന്നെ പ്രചരണം. ഏതായാലും BJP കഴിഞ്ഞ തവണ മറ്റ് ഘട്ടങ്ങളെ അപേക്ഷിച്ച് BJPക്ക് താരതമ്യേന സീറ്റ് കുറവുള്ളൊരു ഘട്ടമാണ് ഈ 7ാം ഘട്ടം. കാരണം 57 മണ്ഡലങ്ങളിൽ 25 മാത്രമാണ് കഴിഞ്ഞ തവണ BJP വിജയിച്ചിരുന്നത്. അതിൽ ഏറ്റവും വലിയ വിജയം നേടിയത് UPയിൽ തന്നെയാണ്. കാരണം UPയിലെ 13 മണ്ഡലങ്ങളിൽ BJPക്ക് 9, സഖ്യകക്ഷിയായ അപ്നാദളിന് 2 സീറ്റുകളുമുണ്ട്. ഒപ്പം SP-യുടെ ഭാഗമായി മത്സരിച്ച BSP ആണ് കഴിഞ്ഞ തവണ മറ്റ് 2 സീറ്റുകൾ നേടിയിരുന്നത്. ഏതായാലും കിഴക്കൻ UPയിലാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്, അതായത് പൂർവാഞ്ചൽ മേഖല. സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ അടക്കമുള്ള മേഖലകളിലാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഏതായാലും BJPക്കുണ്ട്. പക്ഷേ SP സഖ്യം കോൺഗ്രസുമായി സഖ്യമായി മത്സരിക്കുന്നു. BSPക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും BSPയുടെ അനുകൂല വോട്ടുകൾ കൂടി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്ന കണക്കൂട്ടൽ ഏതായാലും ഇന്ത്യ സഖ്യ നേതാക്കളും പുലർത്തുന്നുണ്ട്. പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം കണ്ട മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് കൊൽക്കത്ത നഗരമേഖലയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പരമ്പരാഗതമായി കൊൽക്കത്ത നഗരമേഖല തൃണമൂൽ കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള മേഖലയാണ്. അത് CPM ഭരണമുള്ള കാലഘട്ടത്തിൽ പോലും തൃണമൂൽ കോൺഗ്രസ് അവിടെ വിജയിച്ചിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയും എന്നൊരു കണക്കൂട്ടൽ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. പക്ഷേ BJP ആ മേഖലയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം നടക്കുന്നു വിവേകാനന്ദ പാറയിൽ. വിവേകാനന്ദന് വൈകാരികമായ ബന്ധം ബംഗാളികൾക്ക് വിവേകാനന്ദനോടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ അവസാനഘട്ട വോട്ടെടുപ്പിനെ സ്വാധീനിക്കും എന്നത് ഏറെ നിർണായകമായ കാര്യമാണ്. ഒഡീഷയിലും ഇന്ന് 6 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ 4 ഇടങ്ങളിലാണ് ബിജു ജനതാദൾ കഴിഞ്ഞ തവണ വിജയിച്ചത്. 2 വിജയിച്ചത് BJP ആയിരുന്നു. സ്വാഭാവികമായും BJP ഇത്തവണ മറ്റിടങ്ങളിൽ സീറ്റ് കുറയുകയാണെങ്കിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കണക്കൂട്ടുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ എന്തായിരിക്കും BJPയുടെ പ്രകടനം ഒഡീഷയിൽ എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന് പഞ്ചാബിലാണ്. പഞ്ചാബിൽ 13 മണ്ഡലങ്ങളിൽ വിധിയെഴുതുന്നു. സ്വാഭാവികമായും അവിടെ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാന പാർട്ടിയായ ആം ആദ്മി പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ 8 സീറ്റുകൾ നേടിയ കോൺഗ്രസും തമ്മിൽ മത്സരം വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു കയറുമെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് സജീവമുണ്ടായിരുന്ന ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് പഞ്ചാബിലുമായിരുന്നു. അപ്പോൾ പഞ്ചാബ് എന്ത് സംഭവിക്കും എന്നത് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് കഴിഞ്ഞ തവണ BJP ഒരു ക്ലീൻ സ്വീപ്പ് നടത്തിയ സംസ്ഥാനമാണ്. 4-ൽ 4 സീറ്റും വിജയിക്കുമ്പോൾ ഇത്തവണ ചില പ്രധാനപ്പെട്ട നേതാക്കളെ കോൺഗ്രസ് കളത്തിലിറക്കിയിട്ടുണ്ട്. ഒന്ന് മന്ത്രി PCC പ്രസിഡന്റ് പ്രതിഭാ സിംഗിന്റെ മകൻ, മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനായ വിക്രമാദിത്യ സിംഗ്. ഒപ്പം തന്നെ കാംഗ്ര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ദേശീയ മുഖങ്ങളൊന്നായ ആനന്ദ് ശർമ്മ തുടങ്ങിയവർ മത്സരരംഗത്തുണ്ട്. അപ്പോൾ ഹിമാചലിലും മത്സരം കടക്കുന്നു. എന്തായിരിക്കും ഹിമാചലിൽ സംഭവിക്കുക തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ഏതായാലും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും നാളെയാണ് വോട്ടെടുപ്പ്. അതിനുശേഷം ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കും. എൽദോ. ശരി രാകേഷ്, തുടർന്ന് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഈ സമയത്ത് എടുക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ലൈംഗിക പീഡന കേസ് പ്രതിയായിട്ടുള്ള JDS MPയും ഹസനിലെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലായി. ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിൽ മടങ്ങിയെത്തിയ രേവണ്ണയെ വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്.
34 ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ മടങ്ങിയെത്തിയത്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടി പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? ഇനി വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ളവ ബാക്കിയില്ലേ? അയൽദോ 34 ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡന കേസിലെ പ്രതിയും JDS നേതാവുമായ പ്രജ്വൽ രേവണ്ണ ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നത്. കാരണം ഇന്നലെ പുലർച്ചെ 12:46 മ്യൂണിക്കിൽ നിന്നുള്ള ലുഫ്താൻസ വിമാനത്തിൽ പ്രജ്വൽ രേവണ്ണ എത്തിയത്. സ്വാഭാവികമായും പ്രജ്വൽ രേവണ്ണ നേരത്തെയും സമാനമായ രീതിയിൽ നാട്ടിലേക്ക് വരുന്നു എന്ന തരത്തിൽ അഭ്യൂഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്തുമോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമോ എന്ന തരത്തിലുള്ളൊരു ആശയക്കുഴപ്പമൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ കയറി എന്ന വിവരം SIT സംഘത്തിന് ലഭിച്ചു. അതിന് പിന്നാലെയാണ് SIT സംഘം രാത്രിയോടുകൂടി ബംഗളൂരു വിമാനത്താവളത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. സ്വാഭാവികമായും വിമാനം ഇറങ്ങിയ ശേഷം എമിഗ്രേഷൻ പോയിന്റിനടുത്തെത്തിയ പ്രജ്വൽ രേവണ്ണയെ ആദ്യം CSF തടഞ്ഞു. അതിനുശേഷം ഈ SIT സംഘത്തിന് കൈമാറുകയായിരുന്നു. ഏതായാലും മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാണ് പ്രജ്വൽ രേവണ്ണയെ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇന്റർനാഷണൽ ടെർമിനലിൽ ഇറങ്ങി വന്ന പ്രജ്വൽ രേവണ്ണയെ അവിടെ നിന്ന് ആഭ്യന്തര ടെർമിനൽ വഴി പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. തുടർന്ന് പാലസ് റോഡിലുള്ള SIT സംഘത്തിന്റെ ഓഫീസിൽ പ്രജ്വൽ രേവണ്ണയെ എത്തിച്ചു. സ്വാഭാവികമായും ഇനി അടുത്ത നടപടികൾ, ഒന്ന്, പ്രജ്വൽ രേവണ്ണയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനു മുൻപായി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ SIT സംഘം കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് പ്രജ്വൽ രേവണ്ണ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ സ്വാഭാവികമായും കണ്ടെടുക്കേണ്ടതുണ്ട്. അത് ഈ കേസിന് നിർണായക തെളിവാണ്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. സ്വാഭാവികമായും അതടക്കം കണ്ടെത്തുന്ന നടപടികളിലേക്കായിരിക്കും അടുത്ത ഘട്ടങ്ങളിൽ SIT സംഘം കടക്കുക. ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് അടക്കം ഇന്ന് പൂർത്തിയാക്കും. അതിനുശേഷം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്ന് തന്നെയാണ് പ്രജ്വൽ രേവണ്ണയുടെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പ്രജ്വൽ രേവണ്ണ നൽകിയിരുന്നു. പക്ഷേ ഇത് അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഏതായാലും വിശദമായി ചോദ്യം ചെയ്യൽ പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം 3000-ലധികം ദൃശ്യങ്ങളാണ് ഈ പകർത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഏതായാലും ഈ കേസിൽ നിർണായക തെളിവാണ്. അതെന്ത് സംഭവിച്ചു, പ്രജ്വൽ രേവണ്ണ നശിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ SIT സംഘത്തിന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഏറെ വിവാദമായ, രാജ്യം കണ്ട തന്നെ ഏറ്റവും ഒരു ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഏതായാലും ബംഗളൂരുവിൽ ഇപ്പോൾ SIT സംഘം അറസ്റ്റിലായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അല്ലെങ്കിൽ NDA സഖ്യത്തിന് പോലും വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ച് കർണാടകയിലെ ആദ്യഘട്ട വോട്ടെടുപ്പ്, ഹാസനിലെ അടക്കം ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ട് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടത്. പിന്നീട് 14 മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് കർണാടകത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്കെതിരെ വലിയ വിമർശനം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് പ്രജ്വൽ രേവണ്ണ മടങ്ങി വരാൻ പിന്നീട് പാർട്ടിയുടെ നേതാവായ ദേവഗൌഡ തന്നെ ക്ഷമ പരീക്ഷിക്കരുതെന്ന പരാമർശവുമായി രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും തനിക്കെതിരെയുള്ള കേസുകൾ വ്യാജമാണെന്നൊക്കെ പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇന്നിപ്പോൾ പ്രജ്വൽ രേവണ്ണയെ ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് SIT സംഘം. വിശദമായി ചോദ്യം ചെയ്യൽ വരും മണിക്കൂറുകളിൽ നടക്കും. എന്തോ ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. എന്നാലും 34 ദിവസത്തെ ആ ഒളിവിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ ഇന്നലെ ബംഗളൂരിലെത്തിയത്. ബംഗളൂരുവിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അന്വേഷണ സംഘം. നേരെ തന്നെ പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ഇനി പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ട്രംപിൻ്റെ വാർത്തയാണ് അമേരിക്കയിൽ നിന്ന്. അതിന് മുമ്പ് ഞാനൊരു യൂട്യൂബ് കമൻ്റ് ഒന്ന് വായിച്ചോട്ടെ. ജോസഫ് ജോൺ പറയാണ്, അതിമനോഹരമായിട്ടുള്ള കന്യാകുമാരിയായിരുന്നു. ലോകം ഉറ്റുനോക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കേരളത്തിൻ്റെ പിടിപ്പേട് കൊണ്ട് നഷ്ടപ്പെടുത്തിയ സ്ഥലമാണ് എന്ന് ജോസഫ് ഈ സമയത്ത് പറയുന്നു. എന്താണെങ്കിലും ജോസഫ്, എന്താണെങ്കിലും അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ, നമുക്കും നമ്മുടേതായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിലെ വാർത്തയിലേക്ക് പോയാൽ, ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് ന്യൂയോർക്ക് കോടതി. 34 കുറ്റങ്ങളിലും മുൻ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഏകകണ്ഠമായാണ് ജൂറി ട്രംപ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചത്. ജൂലൈ 11-നായിരിക്കും കേസിൽ ശിക്ഷ വിധിക്കുക. അതേസമയം കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ട്രംപ് പ്രതികരിച്ചു. രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും രാജ്യം നരകത്തിലേക്കാണെന്നും താൻ നിരപരാധിയാണെന്നും ട്രംപ് പറഞ്ഞു.
ഓക്കെ, ഇനി നമ്മൾ അമേരിക്കയിലേക്ക് ഇരുന്ന് പോവുകയാണ്. അവിടെ സജിമോൻ ആന്റണി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് സജിമോൻ ഫ്രം കേരള. എന്തായാലും ഈ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് കോടതി എത്തുന്നു. അതും ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ അതെങ്ങനെ സ്വാധീനിക്കും? എങ്ങനെയാണ് ഈ ഇരുപക്ഷത്തെയും ക്യാമ്പുകൾ ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും എല്ലാവർക്കും ഒരു നമസ്കാരം. വെരി വാം ഗുഡ് മോർണിംഗ് ന്യൂയോർക്കിൽ നിന്ന്. ഇന്ന് ഇവിടെ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് സ്റ്റോമി ഡാനിയൽ ഹഷ്മണി കേസിൽ 34 കൗണ്ടിലും ഗിൽറ്റി ആണ് വെർഡിക്റ്റ് വന്നിരിക്കുന്നത്. 12 പേരുടെ ജൂറി യുനാനിമസ്ലി ആണ് അത് വെർഡിക്റ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇന്നലെ മുതൽ ഓരോ നിമിഷവും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മൊത്തം മീഡിയ ഔട്ട്ലെറ്റും അമേരിക്കൻ ജനതയും ലോകമാകമാനം ഒന്നടങ്കം ഈ ഇതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എന്തായിരിക്കും ഇതിന്റെ വെർഡിക്റ്റ് എന്ന്. കേസിന് ആസ്പദമായ ഒരു തുടക്കം ഉണ്ടായത് 2006-ലാണ്. 2006 മെലനിയ ട്രംപുമായിട്ട് കല്യാണം കഴിച്ചിരിക്കുന്ന ആ സമയങ്ങളിലാണ് ഈ സ്റ്റോമി ഡാനിയലുമായിട്ടുള്ള സെക്സ് കാര്യങ്ങൾ വന്നത്. അതിനുശേഷം മീഡിയയ്ക്ക് ഇത് വന്നത് 2016-ലാണ്. ഇലക്ഷന്റെ സമയത്തായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു ക്യാച്ച് ആൻഡ് കിൽ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് മീഡിയയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് വാങ്ങി ആ സ്റ്റോറി കില്ല് ചെയ്ത് കളയുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു. അതുമൂലം 2016 അത് ക്യാച്ച് ആൻഡ് കില്ല് എന്നുള്ളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രംപ് അതിനെ ഒതുക്കി കളഞ്ഞു. എന്നാൽ അതിനുവേണ്ടി ഉപയോഗിച്ച പൈസ, അതായത് $130,000 അതിനുവേണ്ടി യൂസ് ചെയ്തത്. ആ എമൗണ്ട് ട്രംപ് ക്യാമ്പയിനിൽ നിന്ന് എടുത്ത പൈസയാണ് യൂസ് ചെയ്തത് എന്നുള്ളതായിരുന്നു കവറപ്പ് വന്നിരുന്നത്. അപ്പൊ അന്ന് തുടങ്ങിയ കേസ് 2020 വന്നു. അതിൽ ന്യൂയോർക്കിലെ വളരെ വളരെ അതായത് ട്രംപിനെതിരെ ഇപ്പം 5 മേജർ കേസുകളാണ് ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്നത്. ആ 5 കേസിൽ ഏറ്റവും വീക്കായിട്ടുള്ള കേസ് ഇതായിരുന്നു എന്നായിരുന്നു മീഡിയ വൃത്തങ്ങളും ലീഗൽ വൃത്തങ്ങളും പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവരെയും തെറ്റിച്ചുകൊണ്ട്, എല്ലാവരുടെയും ധാരണകൾ തെറ്റിച്ചുകൊണ്ട് ആ 5ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും വീക്കാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്ത കേസ് തന്നെ 34 കൗണ്ടിലും ഗിൽറ്റി എന്നുള്ള ഒരു വേർഡിക്റ്റ് ആണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. 5 കേസിനകത്ത് നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് ജീൻ കരോളിന്റെ ആ ഒരു കേസ് ഉണ്ടായിരുന്നു, സെക്ഷൽ അബ്യൂസ് കേസ് ഉണ്ടായിരുന്നു. അതിനകത്ത് $88 മില്യൺ ട്രംപിന് പിഴ കൊടുക്കേണ്ടി വന്നു. അത് പിന്നെ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം ഉണ്ടായിരുന്ന കേസ്, 2ാമത്തെ കേസ് ഇതായിരുന്നു. 3ാമത്തെ കേസ് ഫ്ലോറിഡയിലും വാഷിംഗ്ടണിലും അറ്റ്ലാന്റയിലും ഒക്കെ നടക്കുന്ന കേസുകളുണ്ട്. ഇലക്ഷൻ സബ്വേർഷൻ ആയിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട്. ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിന്റെ പരമ്പരയാണ് നടക്കുന്നത്. ഏകദേശം 90-ലധികം കൗണ്ടുകളാണ്, ഇൻഡിക്ട്മെന്റ് ആണ് ട്രംപിനെതിരെ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നുള്ള സുപ്രധാനമായ ഈ ഒരു എൻവൈ ഹഷ്മണി കേസിന്റെ വെർഡിക്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന് പൊളിറ്റിക്കലി വളരെയധികം ഇമ്പാക്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഒന്ന്, ട്രംപ് ക്യാമ്പ് റൈറ്റ് അവേ ഇതിനെ ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് മാറ്റി. എന്നെ ഇത് ന്യൂയോർക്കിലെ നീതിന്യായ വ്യവസ്ഥ വഞ്ചിച്ചു, അല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്നുള്ള മുദ്രാവാക്യമാക്കിയിട്ട് അത് ഒരു ക്യാമ്പയിൻ ക്യാഷ് മോഡിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബൈഡൻ ക്യാമ്പയിന് അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇട്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസ് പറയുന്നത് വി റെസ്പെക്ട് ദ റൂൾ ഓഫ് ദ ലോ എന്ന ഒരൊറ്റ സെന്റൻസ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇമ്പാക്റ്റുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇനി മുന്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂലൈ 11-നാണ് സെന്റൻസിങ് വരുന്നത്. സെന്റൻസിങ് ഇതൊരു ഫെലനി കേസ് ആയിരിക്കുമ്പോഴത്തേക്കും മാക്സിമം 5 വർഷം വരെ ജയിലിൽ പോകാവുന്ന ഒരു കേസാണ്. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ക്രൈം അമേരിക്കയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം വരെ ജയിലിൽ പോകാൻ പാകത്തിനുള്ള ഒരു വേർഡിക്റ്റ് ആണ് വരുന്നത്. എന്നാൽ ട്രംപിന്റെ കേസ് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ്. ഫോർമർ പ്രസിഡന്റ് ആണ്, 45ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കയുടെ. അപ്പൊ അങ്ങനെയുള്ള ഇനി വരാൻ പോകുന്ന പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ മറ്റു പല ഓപ്ഷൻസും വന്നേക്കാം. ഒന്ന്, ഹോം കൺഫൈൻമെന്റ്, അതായത് വീട്ടുതലങ്ങളിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ പിഴ ചുമത്തിയേക്കാം, അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രമായിട്ട് സോഷ്യൽ സർവീസിന് വിട്ടേക്കാം. അങ്ങനെയുള്ള പല ഓപ്ഷൻസും ജഡ്ജ് ഈ ജൂലൈ 11-ാം തീയതി ഡിക്ലെയർ ചെയ്തേക്കാം. എന്നാൽ അതിനുശേഷം, അതിന് മുമ്പ് ഉള്ളത് ജൂൺ 13-നാണ് ഈ ഒരു ഫയലിന്റെ മോഷൻ അപ്പീൽ പോകണമെങ്കിൽ ട്രംപിന്റെ ഗ്രൂപ്പിന് അപ്പീലിൽ പോകാനൊരു ഓപ്ഷൻ ഉണ്ട് ജൂൺ 13-ന്. അത് മറുഭാഗത്തിന് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ജൂൺ 27-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. അപ്പൊ ഇനിയുള്ള ഡെഡ് ലൈൻസ് എന്ന് പറയുന്നത് ജൂൺ 13, ജൂൺ 27, ജൂലൈ 11-നാണ് വേർഡിക്റ്റ് വരുന്നത്. ഏത് രീതിയിലാണ് ഈ വേർഡിക്റ്റ് അല്ല, മീൻസ് അതിന്റെ എന്താ പറയുന്നത്, ശിക്ഷ എങ്ങനെയാണ് എന്നുള്ളതിന്റെ സ്പെസിഫിക് ഡീറ്റെയിൽസുകൾ വരുന്നത് ജൂലൈ 11-നായിരിക്കും. അതോടൊപ്പം വേറൊന്നും കാര്യം പറയാനുള്ളത്, ഈ ഒരു കേസ് ഫെലനിയിൽ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു കേസാണ്. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് 5 വർഷം വരെ തടങ്കൽ കിട്ടുന്നത്. അതിന് മേളിലേക്കാണെങ്കിൽ ചിലപ്പം 50 വർഷവും 15 വർഷവും 30 വർഷവും വരെ തടവ് കിട്ടാവുന്ന ഫെലനി കുറ്റങ്ങളും വേറെയുണ്ട്. ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. ഇതൊന്നും ട്രംപിനെ ഇലക്ഷനിൽ ബാർ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നില്ല. കാരണം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട്
ഒരു ഫെലണി കേസിന് ഇങ്ങനെയുള്ള ഒരു ഗിൽറ്റി വെർഡിക്റ്റ് വന്നാൽ അത് ബാർ ചെയ്യുന്നില്ല. എന്നാൽ ക്രിമിനൽ കേസിൽ ഒരു വെർഡിക്റ്റ് വരുവാണെങ്കിൽ അത് ഇലക്ഷനെ പോലും ഡയറക്റ്റ് ബാധിക്കാവുന്ന ഒരു കേസിലേക്കും അങ്ങനെ ഒരു ട്രാക്കിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. സജിമോൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 34 കൃത്രിമങ്ങൾ നടന്നുവെന്ന് കോടതി സംശയമില്ലാതെ പറയുന്നു. അതായത് അതൊരു നിസ്സാര പ്രശ്നമല്ലല്ലോ, അത് 1-2 ഇടങ്ങളിലല്ല, 34 രേഖകൾ കൃത്രിമം കാട്ടിയെന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം വ്യക്തതയോടുകൂടിയൊരു വിധി വരുമ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പൂർണ്ണമായും ട്രംപിന് ആ മേധാവിത്വം നിലനിർത്താൻ കഴിയുന്നുണ്ടോ? സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അപ്പോഴും ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കെ പൂർണ്ണമായിട്ടും ഒരു പഴയ ഒരു സുപ്രീമസി നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒരു നാണംകേടാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മാത്രമല്ല, ആസ് എൻ അമേരിക്കനായ ഏത് പൗരനും ഇതൊരു നാണംകെട്ട ഒരു വെർഡിക്റ്റ് ആണിത്. കാരണം അവരുടെ ഒരു ഫോർമർ പ്രസിഡന്റിനെ ഗിൽറ്റി ആയിട്ട് 34 കൗണ്ടിന് പിടിക്കുക അല്ലെങ്കിൽ വെർഡിക്റ്റ് വരിക എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ ഒരു നിമിഷമല്ല ഒരു അമേരിക്കൻ പൗരനും. റിപ്പബ്ലിക്കൻ പാർട്ടിക്കും തീർച്ചയായും അല്ല. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കയ്യിൽ മറ്റൊരു ഓപ്ഷൻ, ട്രംപ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനെ അണ്ടർകട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ അണ്ടർകട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ പറയുന്നു ഇത് റിഗ്ഡ് ആണ്. അത് ട്രംപ് ഈ ഒരു കേസല്ല, ഏത് കേസും വരുമ്പോഴും അവർ പ്രസ് കോൺഫറൻസിൽ വരുമ്പോൾ ആദ്യം പറയുന്ന 2-3 വേർഡുകളുണ്ട്: ഡിസ്ഗ്രേസ്, റിഗ്ഡ് ട്രയൽ. അപ്പൊ അത് തന്നെയാണ് ഇന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ വേറൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു 10-20 സെക്കൻഡ് കൊണ്ട് ഇത് റിഗ്ഡ് ട്രയൽ ആയിരുന്നു, ഡിസ്ഗ്രേസ് ഫോർ അമേരിക്ക നശിക്കാൻ പോവുകയാണ്, ഇവിടുത്തെ ഒത്തിരിയധികം പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടാവും എന്നുള്ള വിരട്ടുകൾ, ആ ഒരു കോമൺ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം പോകുകയായിരുന്നു. ക്രൗഡിന്റെ മുന്നിൽ നിന്ന്, മീഡിയയുടെ മുന്നിൽ നിന്ന് എസ്കേപ്പ് അടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി റിപ്പബ്ലിക്കൻ ഈ ഇലക്ഷൻ ഇപ്പോൾ നടക്കുന്ന ഇലക്ഷന് 2 പാർട്ടികൾക്കും തുല്യ ചാൻസ് ആണ് ഉള്ളത്. അതായത് 2-3% വ്യത്യാസം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇലക്ഷൻ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇലക്ഷന്റെ എക്സ്പേർട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എപ്പോഴും 3-4% അരിയേഴ്സ് എന്ന് പറയുന്നത് നോർമലാണ്. അത് പ്ലസ് ആകാം മൈനസും ആകാം, മീൻസ് കാറ്റ് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. അപ്പൊ അങ്ങനെയുള്ളൊരു മൈനർ മാർജിനുള്ള ഒരു ഇലക്ഷന്റെ സമയത്ത് ഒരു നേരിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ നേരിയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേരിയ ശതമാനം, അതായത് 2-3% ആൾക്കാർ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെയാണ് എപ്പോഴും ഇലക്ഷനെ ഒരു റിസൾട്ടിന്റെ ഫൈനൽ ഔട്ട്കം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫാക്ടേഴ്സ് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ട്രംപിനെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ട്രംപ് ക്യാമ്പയിൻ റൈറ്റ് അവേ ഇതിനെ ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് കൊണ്ടുപോയിട്ട് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ട്രംപ് ക്യാമ്പയിൻ നടക്കുന്നത്. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ഇതിനെ ഒരു പ്രത്യേകിച്ച് ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യുകയോ ഡയറക്റ്റ് കയറി ഒരു ടൂ മച്ച് ഒരു ബലൂണിങ് കൊടുക്കുകയോ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഭയമുണ്ട് ഇതൊരു ബൈഡന്റെ ഇൻവോൾവ്മെന്റ് ആണ്, കാരണം ഭരിക്കുന്ന പക്ഷി അവരുടെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിനെ കൂടുതൽ ബലൂണൈസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയിൽ 2 പാർട്ടിയുടെയും, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സ്ട്രാറ്റജിസ്റ്റുകൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് പ്രോസിക്യൂട്ടർ ലോയേഴ്സിനും ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം എങ്ങനെയാണ് ട്രംപിനെ രക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ മറുഭാഗം എങ്ങനെയാണ് ഇതിനെ ഒന്ന് പൂട്ടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിലായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റൈറ്റ്. ഒറ്റയ്ക്ക് ഒരു കാര്യം കൂടി, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് എന്നതിനപ്പുറം ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ള നിയമവഴി എന്താണ്? ഈ കോടതിയുടെ ഈ ഉത്തരവ്, അതിന്റെ വിധി പ്രഖ്യാപനം വന്നാൽ വീണ്ടും മറ്റൊരു അപ്പീൽ സാധ്യത, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പൊ ഈ കേസ് നടക്കുന്നത് മാൻഹട്ടനിലാണ് നടക്കുന്നത്, അതായത് ന്യൂയോർക്കിൽ മാൻഹട്ടനിലാണ് നടക്കുന്നത്. അവിടെ ഓർത്തെ പ്രോസിക്യൂട്ടർ ആൽവിൻ ബ്രാസ് ആണ്. അദ്ദേഹം അറിയപ്പെടുന്ന പോലെ ഒരു പ്രോസിക്യൂട്ടറാണ്, DA ആണ് അവിടുത്തത്. വളരെ സ്ട്രിക്റ്റ് ആയുള്ള ഒരു DA ആണ്. അപ്പം ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-3 ലീഗൽ സ്ട്രാറ്റജികൾ ട്രംപ് ട്രൈ ചെയ്തായിരുന്നു. ഒന്ന്, ഇത് നള്ളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന വിറ്റ്നസിന്റെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിട്ട് പല കാര്യങ്ങളും അവർ ഫയൽ ചെയ്തായിരുന്നു ഈ കേസ് തള്ളിപ്പോവാനായിട്ട്. എന്നാൽ ജഡ്ജി അത് അനുവദിച്ചില്ല, കേസ് തള്ളിപ്പോയില്ല, കേസ് ഫുൾ ട്രയലിന് പോയി. ഫുൾ ട്രയലിന് പോകുന്ന സമയത്ത് തന്നെ 2ാമത്തെ അപ്പീൽ അവർ ചെയ്തിരുന്നു. ഇത് ന്യൂയോർക്കിലല്ല ചെയ്യേണ്ടത്, മറ്റു സ്റ്റേറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഫ്ലോറിഡയിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ ട്രംപിന്റെ ലോയേഴ്സ് ആർഗ്യൂ ചെയ്തിരുന്നു. ജഡ്ജ് അതും എന്റർടൈൻ ചെയ്തില്ല. അതിനുശേഷമാണ് ഈ ഒരു വേർഡിക്റ്റ് വരുന്നത്. ഈ ഒരു വേർഡിക്റ്റ് വന്ന സ്ഥിതിയിലേക്ക് അടുത്ത 2 ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പാലേറ്റ് കോർട്ട്, ന്യൂയോർക്കിലുള്ള അപ്പാലേറ്റ് കോർട്ടിലേക്ക് ഇതിനെ മോഷൻ ഫയൽ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതിന്റെ ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ജൂൺ 13 അല്ല ജൂൺ 27, അത് കഴിഞ്ഞിട്ട് വെർഡിക്റ്റ് കഴിഞ്ഞ് ജൂലൈ 10 ശേഷം സാധാരണഗതിയിൽ 30 ദിവസം
അല്ലെ 60 ദിവസമാണ് ജഡ്ജ് അലോ ചെയ്യാറുള്ളത് ഇതിനെ ചലഞ്ച് ചെയ്യാനുള്ളത്. ആ അപ്പാലെ കോർട്ടിൽ വന്നില്ല എങ്കിൽ അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ 2 സിനറിയോ ഉണ്ട്. ഒന്നെങ്കിൽ അപ്പാലെ കോർട്ട് ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് റീപ്രോസസ് ചെയ്യും. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷന് അപ്പാലെ കോർട്ട് ഈ കേസ് വേണേ അപ്പാടെ വരുന്ന വഴിക്ക് തന്നെ തള്ളിക്കളയാം. അങ്ങനെ ഒരു സിനറി വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് US സുപ്രീം കോർട്ട്. US സുപ്രീം കോർട്ടിലേക്ക് പോയിട്ട് അവിടെ ഇതിന്റെ ഒരു ഫൈനൽ തീരുമാനം വരാം. അതുവരെ ഈ ട്രംപിന് ഇങ്ങനെയുള്ള ഈ ഒരു കേസിനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള 2-3 ഓപ്ഷൻസ് ആണ് ട്രംപിന് ഇന്ന് ഈ മുന്നേക്കുള്ളത്. അപ്പൊ നമുക്ക് ഓർക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ജൂണിലേക്ക് അല്ലെ ജൂലൈയിലേക്ക് ഓഗസ്റ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും മുമ്പ് പറഞ്ഞ 2 കേസ്, യൂജിൻ കരോളിന്റെ കേസ് ഫൈനലായി, അതിന്റെ വെർഡിക്റ്റ് കഴിഞ്ഞു പോയി. എന്നാൽ വാഷിംഗ്ടണിലും ഫ്ലോറിഡയിലും അറ്റ്ലാന്റയിലും ഇലക്ഷൻ സബ്വേർഷന്റെയും ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെയും സുപ്രധാനമായ 3 കേസുകളുടെ പെൻഡിംഗ് ഉണ്ട്. അതിന്റെ ഡേറ്റുകളും പ്രോസസ്സിംഗുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ഇതിനേക്കാളും സുപ്രധാനമായ കേസാണ് എങ്കിൽ പോലും എപ്പോഴും ലീഗൽ ടീമിന്റെ ഒരു സ്ട്രാറ്റജി ഈ കേസിനെ എങ്ങനെ തള്ളിക്കളയാം അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യാം എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇത് ഡ്രാഗ് ചെയ്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത് വരാൻ ആ ഒരു രീതിയിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. അതിന്റെ റീസൺ, എങ്ങാനും ട്രംപ് ഇലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം അദ്ദേഹം കറണ്ട് പ്രസിഡന്റാണ്, ആക്റ്റീവ് പ്രസിഡന്റാണ്. ആക്റ്റീവ് പ്രസിഡന്റ് ആകുന്ന സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റി എന്നൊരു സാധനമുണ്ട്, പ്രസിഡന്റിന്റെ ഇമ്മ്യൂണിറ്റി വരും. അപ്പൊ ചില സമയത്ത് ഈ കേസുകളൊന്നും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ട്രയൽ നടക്കുകയോ ട്രയൽ തീരുകയോ ഇല്ല. അത് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഈ ഒരു കേസ് അല്ലായിരുന്നു എങ്കിൽ പോലും ഇതിന് ട്രയൽ നടന്നു, വേർഡിക്റ്റ് നടന്നു, യുനാനിമസ് ആണ്. ഇന്നലെ വരെ ഇവിടെയുള്ള എല്ലാ മീഡിയ വൃത്തങ്ങളും അല്ലെ ലീഗൽ എക്സ്പേർട്സും വളരെ ടൈറ്റ് ആയിട്ടിരുന്നു. മിക്കവാറും ഉള്ള ആൾക്കാർ പറയുന്നത് 2-3 ഓപ്ഷൻസ് ആയിരുന്നു. ഓരോ ഓപ്ഷൻ ഇപ്പൊ പറയുന്ന ഗിൽറ്റി, വളരെ മാർജിനൽ ആൾക്കാരായിരുന്നു അത് നോക്കിയിരുന്നത്. മജോറിറ്റി ഉള്ള ആൾക്കാർ വിചാരിച്ചിരുന്നത് മേ ബി ഒരു മിസ്ട്രയൽ ആയിരിക്കും. മീൻസ് 12 പേരുടെ ജൂറിയിൽ ഏതെങ്കിലും ഒരു ജൂറി മെമ്പർ എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതൊരു മിസ്ട്രയലിന് പോകും. ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരുന്നത് 34 ഗിൽറ്റി കൗണ്ടിന് പകരം 5-6 ഗിൽറ്റി കൗണ്ട് കിട്ടി മറ്റു കാര്യങ്ങൾക്ക് ഡയറക്റ്റ് ട്രംപിന് ഇൻവോൾവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ മൈക്കിൾ കോഹന്റെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്തുമാത്രം വിലക്കെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയം വരുമ്പോഴത്തേക്കും അതിനകത്ത് ഗിൽറ്റി വെർഡിക്റ്റ് ഇല്ലാതെ നോട്ട് ഗിൽറ്റി ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്നാൽ 12 പേരടങ്ങുന്ന ജൂറി ഒന്നടങ്കം ഒരേ സ്ഥലത്തിൽ ഒരു സംശയവും ഇല്ലാതെ 34 കൗണ്ടിനും ഗിൽറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സോ മച്ച് സജിമോൻ ആന്റണി, അമേരിക്കയിൽ നിന്നും തത്സമയം ചേർന്നതിന്. എന്തായാലും നമുക്ക് ഈ വാർത്ത, ഈ ട്രംപിന്റെ വിവാദം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സജിമോൻ ആന്റണി. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. ഓക്കെ, അപ്പോൾ മോർണിംഗ് വൈബ്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ മറ്റു വാർത്തകൾ നോക്കാം അതിവേഗത്തിൽ. അതുകൊണ്ട് തന്നെ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. മോർണിംഗ് വൈബ്സ് തുടരുന്നു. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്നുണ്ടാകും. LDFിലെ വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതി വിധി പറയുക. വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമന്റെ സത്യവാങ്മൂലമെന്നും സത്യവാങ്മൂലം അംഗീകരിച്ചത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ആക്ഷേപം. UDF സ്ഥാനാർത്ഥി സുരേഖ് തോമസ് നൽകിയ ഹർജിയിലാണ് വിധി പറയുക. ഡാനി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കേസ് സംബന്ധിച്ചുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുക. പ്രധാന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് വസ്തുതകൾ മറച്ചു വെച്ചു വാഴൂർ സോമൻ എന്ന രീതിയിലാണ് ഇതിൽ UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ ഇതിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി വരുന്നതും പിന്നീട് വിജയം നേടുന്നതും പീരുമേട് MLA ആവുന്നതും എല്ലാം തന്നെ ആകുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ജനപ്രാതിനിധ്യ നിയമം അതിൻ്റെ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ഇതിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുമ്പോൾ പോലും അതിൽ ആദായ നികുതി വകുപ്പ് പ്രകാരമുള്ള അതിൽ റിട്ടേൺ സംബന്ധിയായ കാര്യങ്ങൾ, ഇതിൻ്റെ വിവരങ്ങളൊന്നും തന്നെയും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പാൻ കാർഡ് വിവരങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ തെറ്റായ വസ്തുതകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം തെറ്റായ വിശകലനങ്ങൾ അടങ്ങിയ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതുപോലും ഈ നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് അംഗീകരിക്കരുത്. തുടക്കത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അപാകത വന്നിരിക്കുന്നു, പിശക് വന്നിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയായ ശ്രീ തോമസ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം അതിന് മറുപടിയായി നൽകിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്ന പിഴവുകൾ ഇതെല്ലാം തന്നെ തിരുത്തിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ഇത് കൃത്യമായിട്ട് തന്നെ അതിൽ പിശകുകൾ തിരുത്തിയിട്ടുണ്ട് എന്നതാണ് ഹർജിയിൽ വാറണ്ട് ശ്രമം നൽകിയിരിക്കുന്ന മറുപടി അടക്കമുള്ള കാര്യങ്ങൾ. ഇത് വസ്തുതകൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി പരിശോധിക്കുന്നു. ഇതിൽ ഇന്ന് ഹൈക്കോടതിയുടെ അന്തിമമായ വിധി ഇന്ന് വരും. റൈറ്റ്, ഇന്ന് വിധി ഉണ്ടാകും എന്നുള്ളതാണ് അന്തിമമായിട്ടുള്ള വിധി ഈ പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കേസിൽ. ഇനി മഴ അത് തൽക്കാലത്തേക്ക് ഒന്ന് തെളിഞ്ഞു എന്ന് തോന്നുന്നു. പലയിടത്തും മഴ ഇപ്പോഴും ഉണ്ട്, തുടരുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. തൃത്താലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ റോഡ് വെള്ളത്തിനടിയിലായി. 15-ലധികം വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഴ തുടരുന്നുണ്ട്. പലയിടങ്ങളിലും മഴ കുറഞ്ഞുവെങ്കിൽ പോലും വെള്ളക്കെട്ടാണ് പ്രശ്നമാകുന്നത്. ഡാനി, ഈ മഴ യെല്ലോ അലേർട്ട് ഉണ്ടെങ്കിൽ പോലും പലയിടത്തും ഇപ്പോൾ മഴ, ഇപ്പോൾ ഡാനി നിൽക്കുന്നിടത്തും മഴയുടെ സാധ്യതയും സാഹചര്യമൊന്നും കാണുന്നില്ല. അപ്പോൾ തിരുവനന്തപുരത്തും മഴക്കാരോ അങ്ങനെ വലിയ ഇരുണ്ട് നിൽക്കുന്ന കാര്യമില്ല. പക്ഷെ പലയിടങ്ങളിലും ഇപ്പോൾ തൃത്താല ഉൾപ്പെടെയുള്ള സ്ഥലത്തെ കാര്യം പറഞ്ഞു. എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു വെള്ളക്കെട്ടിൻ്റെ സാഹചര്യമൊക്കെ? കൊച്ചി പൂർണ്ണമായും മുക്തമായോ? എൽദോ, വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് തന്നെ ഏതാണ്ട് ഒഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് നമുക്ക് മുഴുവൻ അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു ദുരിതം അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് കളമശ്ശേരി, തൃക്കാക്കര പോലുള്ള മേഖലകളിൽ അതിൻ്റെ രൂക്ഷത കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ വെള്ളം കയറുന്നു എന്നതാണ്. ഒരു കനത്ത മഴ വരികയാണെങ്കിൽ ഉടൻ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ, പ്രത്യേകിച്ച് അതിൽ നഗരം അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ കളമശ്ശേരിയും തൃക്കാക്കരയും പോലെ പലയിടങ്ങളിലും റെസിഡൻഷ്യൽ ഏരിയകൾ തന്നെയാണ് ഈ വെള്ളക്കെട്ടിൻ്റെ പിടിയിൽ ആദ്യം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ദേശീയപാത അടക്കമുള്ള ഭാഗങ്ങൾ വെള്ളക്കെട്ടിലേക്ക് വരുന്നു. അത് തുടർച്ചയായി സംഭവിക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു മഴ കഴിഞ്ഞ് ഇതിൽ വൃത്തിയാക്കൽ നടപടികളിലേക്ക്, ശുചീകരണ നടപടികളിലേക്ക് തുടരുമ്പോൾ അടുത്ത ദിവസത്തെ മഴയെത്തുന്നു. വലിയ രീതിയിൽ തന്നെ വീണ്ടും വെള്ളം കയറുന്നൊരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഇന്നും ഇപ്പോൾ ശുചീകരണ നടപടികളെല്ലാം തന്നെ കളമശ്ശേരി, മൂലപ്പാടം ഭാഗങ്ങളിലെല്ലാം തന്നെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരൊരു ആദ്യം എന്ന് പറയുന്നത് ഇത് തങ്ങൾ ശരിയാക്കി കഴിയുമ്പോഴേക്കും അടുത്ത മഴ വരും, ഇതേ നടപടി വീണ്ടും തുടരുന്നു എന്നൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്നത് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഇന്ന് മഴ ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ വലിയൊരു ആശ്വാസമുണ്ട്. ഇന്നലെയും കാര്യമായ രീതിയിൽ മഴ ലഭിച്ചില്ല. എന്നാൽ തൊട്ട് തലേ ദിവസം വലിയ രീതിയിൽ മഴ വന്നു. അതിൽ പല ഭാഗങ്ങളിലും തന്നെ വെള്ളം കയറുന്ന, നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം വന്നു. ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ ആശ്വാസമുണ്ട്. എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി വീടുകളിൽ ശുചീകരണ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. 5 ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ തുടങ്ങിയിട്ടുള്ളത്. 116 പേർ ഈ വിവിധ ക്യാമ്പുകളിലായിട്ടുണ്ട്. അവരെല്ലാം തന്നെ തിരിച്ച് വീടുകളിലേക്ക് പോയി ശുചീകരണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇടപ്പള്ളി തോടിൻ്റെ ശുചീകരണ നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മന്ത്രിയുടെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ പി രാജീവിൻ്റെ ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ട്. കളമശ്ശേരി നഗരസഭയുടെ അനാസ്ഥ എന്ന് ചൂണ്ടിക്കാണിച്ച് CPM-ന്റെ മാർച്ച് നഗരസഭയിലേക്കും ഇന്ന് നടക്കുന്നുണ്ട്. ശരി, ഡാനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്ന് എന്താണ് കൊച്ചിയിലെ സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ. നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം. പ്രിൻസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. പ്രിൻസ്, ഇടുക്കിയിൽ ഇപ്പോൾ എന്താണ് കാലാവസ്ഥ? പ്രത്യേകിച്ചും ഹൈറേഞ്ചിലൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? എൽദോ, ഇടുക്കിയിൽ മിക്ക പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നേരിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. കാര്യം ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതോടൊപ്പം തന്നെ മൂടൽമഞ്ഞിന്റെ സാന്നിധ്യവും, പ്രത്യേകിച്ചും ഗ്യാപ്പ് റോഡ്, കുട്ടിക്കാനം തുടങ്ങിയ മേഖലകളിലൊക്കെ മൂടൽമഞ്ഞിന്റെ സാന്നിധ്യം, കനത്ത മൂടൽമഞ്ഞ് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഡാമുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡാമിലെ മിക്ക ഡാമുകളിലേക്കുമുള്ള ചെറുകിട ഡാമുകളൊക്കെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഇടുക്കിയും മുല്ലപ്പെരിയാറും അണക്കെട്ട് അടക്കമുള്ള ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും ശക്തമായി തുടരുകയാണ്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന്. ഇടുക്കിയിൽ മഴയുണ്ട് എന്നുള്ളതാണ് കാര്യം.
മറ്റു വാർത്തയിലേക്ക് പോയാൽ കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കുപയോഗിച്ച് ആലപ്പുഴയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അട്ടിമറി ശ്രമം. ഒന്നാം പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് എയർ ഗണ്ണാണ്. അനൂപ് തന്നെ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ തിരച്ചിൽ. അതേസമയം പോലീസ് കണ്ടെടുത്ത തോക്ക് വ്യാജമാണ് എന്ന് വ്യവസായി അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചു. ആദ്യഘട്ടം മുതൽ കേസ് ഒതുക്കി തീർക്കാൻ പ്രാദേശിക CPM നേതൃത്വം ഇടപെടുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. തുടക്കം മുതൽ രാഷ്ട്രീയ ഇടപെടൽ ശക്തമായ കേസാണ് യുവ വ്യവസായിയെ ആലപ്പുഴയിൽ തോക്കുപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. പ്രതികൾ ബിസിനസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും കോടിക്കണക്കിന് രൂപ തന്നിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് കണ്ണൂരിലെ വ്യവസായിയായ അഭിഷേക് പോലീസിന് മൊഴി നൽകിയത്. നടുറോട്ടിൽ തോക്കു ചൂണ്ടി കൊലവിളി നടത്തിയ സംഭവത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ കേസെടുക്കാൻ മാരാരിക്കുളം പോലീസ് വിമുഖത കാട്ടിയത് മുതൽ തുടങ്ങുന്നു അട്ടിമറി ശ്രമം. അന്വേഷണത്തിലെ നിർണായകമായ ആദ്യ ദിവസങ്ങൾ പോലീസ് അനാസ്ഥ മൂലം നഷ്ടമായ കേസിൽ പട്ടണക്കാട് SHOയ്ക്ക് അധിക ദൂരം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കൃത്യത്തിന് ഉപയോഗിച്ചുവെന്ന പ്രതികൾ പറഞ്ഞ തോക്ക് പോലീസ് കണ്ടെത്തിയെങ്കിലും യഥാർത്ഥ തോക്കിന് പകരം എയർഗൺ നൽകി കബളിപ്പിക്കുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും പരാതിക്കാരന്റെയും കണക്കുകൂട്ടൽ. തനിക്ക് നേരെ പ്രതികളായ അനൂപും മനോജും ചൂണ്ടിയ തോക്ക് എയർഗൺ അല്ലെന്നും യഥാർത്ഥ തോക്കാണെന്നും നിലവിൽ പോലീസ് കണ്ടെത്തിയ എയർഗൺ വ്യാജമാണെന്നും പരാതിക്കാരനായ വ്യവസായി ന്യൂസ് 18നോട് പറഞ്ഞു. ഈ തോക്കല്ല ഞാൻ ഇപ്പൊ കാണിച്ച തോക്ക് എന്താ വ്യത്യാസം? എന്താ കാണിച്ച തോക്കിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ അത് നമ്മൾ അന്ന് ഉണ്ടായിരുന്നത് കാറിന്റെ ലൈറ്റിൽ ശരിക്കും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം വൈറ്റ് കളർ ലൈറ്റ് ആണ് അല്ലേ, ബ്രൈറ്റ് ലൈറ്റ് ആണ് അല്ലേ. ഇത് ബ്ലാക്ക് ഇങ്ങനെ എന്താ പറയാ ഗ്ലോസി കളർ ബ്ലാക്ക്, നല്ല ഫുൾ തിളങ്ങുന്ന ബ്ലാക്ക്. ഇത് പക്ഷെ എന്താ പറയാ പെയിന്റ് ഒക്കെ പോയിട്ടുള്ള സാധനം. പെരിയുടെ സൈഡില് ചെറിയൊരു വളവുണ്ടായിരുന്നു. ഇതിപ്പോ കാണിച്ചത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വളമില്ലാത്ത പോലെ. കേസിന്റെ ഗൗരവം കുറക്കാനും തോക്കിന്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം മുന്നോട്ടു പോകാതിരിക്കാനും പോലീസുമായി ചേർന്ന പ്രാദേശിക CPM നേതൃത്വം പ്രതികൾക്കായി ഇടപെടുന്നുവെന്ന ആരോപണം ശക്തമാണ്. കേസിൽ പ്രതികളുമായി തുടക്കം മുതൽ ബന്ധപ്പെട്ട CPIM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസ് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ശേഷി അധികമില്ലാത്ത പ്രതികൾക്ക് കണ്ണൂരിലെ വ്യവസായിയുമായി ചേർന്ന് കോടികളുടെ ബിസിനസ് പങ്കാളിത്തം ആരംഭിക്കാൻ പണം മുടക്കിയതിന് പിന്നിൽ കഞ്ഞിക്കുഴിയിലെ CPM നേതാക്കന്മാരാണെന്ന ആരോപണമുണ്ട്. വിവാദ കേസിൽ ഏരിയ സെക്രട്ടറിയെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ചോദ്യം ചെയ്തിട്ടും ജില്ലയിലെ പാർട്ടി നേതൃത്വം മൗനം പാലിക്കുകയാണ്. CPMനുള്ളിൽ പൊട്ടിത്തെറി നിലനിൽക്കുന്ന ജില്ലയിൽ തോക്ക് വിവാദം കത്തിപ്പടരുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കോട്ടയം പായിപ്പാട് എട്ട്യാകരി പാടശേഖരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പുത്തൻപുരയിൽ ഔസേപ്പ് മാത്യു എന്ന ആൾ വളർത്തുന്ന താറാവുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ തുടർ നടപടികൾ ആരംഭിച്ചു? കള്ളിയും ഉൾപ്പെടെ ഉണ്ടോ? എൽദോ, കള്ളിങ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. ഇത് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുൻപാണ് ഇത് താറാവുകൾ ചത്ത് വീഴുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് ഭോപ്പാലിലെ ലാബിലേക്ക് ഈ സാമ്പിളുകൾ അയച്ചത്. ഇതിലാണ് H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇനി കള്ളിങ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് തീരുമാനം. ഇദ്ദേഹത്തിന്റെ ഈ പാടശേഖരത്തിൽ ഏതാണ്ട് 18,000-ഓളം താറാവുകളെയാണ് വളർത്തിയിരുന്നത്. ഇവിടെ ഏതാണ്ട് 5 മാസം പ്രായമുള്ള താറാവുകളാണ് ഉള്ളത്. എന്തായാലും 1 കിലോമീറ്റർ പരിധിയിലുള്ള പക്ഷികളെ, താറാവുകളെയും കോഴികളെയും എല്ലാം കൊന്ന് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നടപടികളായിരിക്കും ഉണ്ടാകുക. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത്തരം ഇവയുടെയൊക്കെ ഇറച്ചി വിൽപ്പന അടക്കം കടുത്ത നിയന്ത്രണമുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ഈ മാസം ജൂൺ 2 വരെ നിയന്ത്രണമുണ്ട്. അതായത് ഈ ചങ്ങനാശ്ശേരി നഗരസഭ, തൃക്കുടിത്താനം, കുറിച്ചി, വാഴപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലും ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എന്തായാലും കള്ളിങ് എപ്പോൾ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇന്നോ നാളെയോ അതിന്റെ നടപടികളിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മണർകാട് പഞ്ചായത്തിൽ സർക്കാരിന് തന്നെ കോഴി ഫാമിലും സമാനമായ രീതിയിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. അവിടെ ഏതാണ്ട് അത് പക്ഷെ ഒരുപാട് ദൂരെയാണ്, തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ അവിടെ ഏതാണ്ട് 9,000 കോഴികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തൊട്ട് അടുത്തുള്ള 1 കിലോമീറ്റർ പരിധിയിൽ ഏതാണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു 9,500-ഓളം പക്ഷികളെയാണ് അന്ന് കള്ളിങ് പ്രവർത്തനത്തിലൂടെ ശാസ്ത്രീയമായി സംസ്കരിച്ചത്. എന്തായാലും ഇവിടെയും അതിലേക്ക് അത്തരം നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. എൽദോ.
ഓക്കെ ശ്രീജിത്ത്, അപ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായും ആരോഗ്യവകുപ്പിൻ്റെയും ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയൊക്കെ പൂർണ്ണമായുള്ള ഇടപെടൽ അവിടെ നടക്കുന്നുണ്ടോ? ഈ എത്രയും താറാവുകൾ, അതായത് 18,000 താറാവുകൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ എന്താ പറയുക കൃഷി തന്നെയാണ്. അപ്പോൾ ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ ആ പ്രദേശത്ത് ജനങ്ങൾക്കിടയിലെങ്കിലും? എൽദോ, സ്വാഭാവികമായും ഇത്തരം പക്ഷിപ്പനികൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് വെച്ചൂരും കല്ലറയിലും അങ്ങനെ ഓരോരോ മേഖലയിൽ പാടങ്ങളിൽ ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. പ്രത്യേകിച്ച് താറാവുകളിലാണ്, കൂട്ടത്തോടെ ഇങ്ങനെയുള്ള താറാവുകളിലാണ് അത് കണ്ടുവരുന്നത്. ഇത്തവണ ആദ്യം റിപ്പോർട്ട് ചെയ്ത പക്ഷേ ഒരു സർക്കാരിൻ്റെ കോഴി ഫാമിൽ തന്നെയാണ് എന്നുള്ളത് ഒരു മാറ്റം മാത്രമാണുള്ളത്. ആശങ്കയുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിപൂർണമായും ഇത്രത്തോളം കള്ളിങ്, ഈ പൂർണ്ണമായും ഈ ഒരു 1 കിലോമീറ്റർ പരിധി ഉൾപ്പെടെ ഉള്ള പക്ഷികളെ പരമാവധി കള്ളിങ് പ്രവർത്തനത്തിലൂടെ ഇല്ലാതാക്കി അത് ശാസ്ത്രീയമായി സംസ്കരിക്കാനും തീരുമാനിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അത് സംബന്ധിച്ചുള്ള നടപടികളിൽ. അതിനൊരു ദൗത്യ സംഘവും മറ്റും ഉണ്ട്. ഈ കള്ളിങ് പ്രവർത്തനത്തിന് അതിനുള്ള നേതൃത്വം നൽകുന്നത് അവരാണ്. ഒരു ദിവസം കൊണ്ടാണ് മണർകാട്ടെ ഫാമിലെ കള്ളിങ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഇതൊരു പക്ഷേ അതിൽ കൂടുതൽ വേണ്ടി വരുമോ എന്നത് ഇനിയും വ്യക്തമല്ല. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള എപ്പോൾ കള്ളിങ് എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം ഇതുവരെ നൽകിയിട്ടില്ല. ഒരു പക്ഷേ ഇന്നോ നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആശങ്കയുള്ള സാഹചര്യം തന്നെയാണ്. പക്ഷേ ഇതിനെയൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ നേരിട്ട് കൂടുതൽ പടരാതെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ച് ഇറച്ചി അടക്കം ഇതിന് മുട്ടയടക്കം എല്ലാം ഈ മേഖലയിലാകെ 10 കിലോമീറ്റർ പരിധിയിലാകെ നിരോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലായിടത്തും നടത്തി വരുന്നത്. അത്തരം ജാഗ്രത പുലർത്താറുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് പിന്നെയും പടരുകയോ അത് കൂടുതൽ ഒരു ദുരന്തമായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറില്ല. എൽദോ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് കോട്ടയത്ത് നിന്ന്. ഇന്ന് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് 15,000-ഓളം പേരാണ്. പകുതിയും സ്കൂൾ അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം 150 പേർ വിരമിക്കും. 800-ഓളം പേർ പോലീസ് വകുപ്പിൽ നിന്ന് പടിയിറങ്ങാൻ പോവുകയാണ്. സസ്പെൻഷനിലായിട്ടുള്ള ഡിവൈഎസ്പി സാബുവിന്റെ വിരമിക്കൽ ദിനവും ഇന്നാണ്. മോട്ടോർ വാഹന വകുപ്പിനോട് വിട പറയുന്നത് 60 പേര്. KSRTCയിൽ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഉൾപ്പെടെ 674 പേർ വിരമിക്കുന്നുണ്ടെങ്കിലും ജൂൺ 1 മുതൽ വീണ്ടും ജോലിക്ക് എത്താൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക ജോലിക്കായി ചുമതലപ്പെടുത്താനാണ് തീരുമാനം. കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതിനാൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയും എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ മിഷന്റെ പിന്തുണയോടുകൂടി തുടക്കം കുറിച്ച ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഡിസ്നി സ്റ്റാർ ഇന്ത്യ 1.8 കോടി രൂപ നൽകും. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ സന്ദർശന വേളയിലാണ് ഡിസ്നി സ്റ്റാർ ഇന്ത്യ പ്രസിഡന്റും കൺട്രി ഹെഡുമായിട്ടുള്ള കെ മാധവനും ഡിസ്നി സ്റ്റാർ ഇന്ത്യയുടെ മറ്റ് പ്രതിനിധികളും ഇക്കാര്യം അറിയിച്ചത്. കൂടാതെ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഡിസ്നി സ്റ്റാർ പ്രതിനിധികൾ ചോദിച്ചറിഞ്ഞു. മോർണിംഗ് വൈബ്സിന്റെ സമയം പൂർത്തിയാവുകയാണ്. വാർത്തകൾക്കായി ന്യൂസ് 18 തുടരുക. നമസ്കാരം. Climax Counting Day, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.
സ്പെഷ്യൽ പാർട്ണർ അജ്മീസ് ടീം മെയ്ഡ് പുട്ടുപൊടി. വിളമ്പാം നല്ല വിശേഷം. ആണ്